വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം പ്രട്ടീമിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എന്ത്, ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ടോപ്പ് 10 MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൽ നിന്ന് എങ്ങനെ MCQs വരുന്നു, ഏത് രീതിയിൽ അതിനുവേണ്ടി നല്ലോണം പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വീഡിയോസ് ഒക്കെ നമ്മൾ തരുന്നതാണ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യണം, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ബോഡി മൂവ്മെൻറ്റ്സ് ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം നോക്കാം മക്കളെ. റിബ്സ് ജോയിൻ കാണുന്നുണ്ടല്ലോ. റിബ്സ് ജോയിൻ ആൻഡ് ഡാഷ് ടുഗെദർ ടു ഫോം റിബ് കേജ്. ഏതൊക്കെ റിബ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന റിബ് കേജ് ഫോം ചെയ്യുന്നത് ഏതൊക്കെ ബോൺസ് വെച്ചിട്ടാണെന്നാണ് മക്കളെ. ഏതൊക്കെയാണ്? വെർട്ടിബ്രൽ കോളം ആൻഡ് ചെസ്റ്റ് ബോൺ ആണ്. അപ്പം റിബ്സ് ജോയിൻ വെർട്ടിബ്രൽ കോളം ആൻഡ് ചെസ്റ്റ് ബോൺ ടുഗെദർ ടു ഫോം റിബ് കേജ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ടാണ് എന്തുണ്ടാവുന്നത്, റിബ് കേജ് ഫോം ചെയ്യുന്നത്. രണ്ടാമത് ടോട്ടൽ നമ്പർ ഓഫ് റിബ്സ്. നമുക്ക് എത്ര റിബ്സുകളുണ്ട്, വാരിയെല്ലുകൾ ഉണ്ടെന്നാണ്. നമുക്ക് എത്ര റിബ്സ് ഉണ്ട്? 12 പയേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ 24 എന്ന് പറയാം അല്ലേ. ബോത്ത് 2 and 3 ആണ് നമുക്ക് എന്ത് റിബ്സ് ഉള്ളത്. ഒന്നുകിൽ നമുക്ക് എന്താണ് 12 പയേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ 24 വാരിയലുകൾ ഉണ്ടെന്ന് പറയാം. തേർഡ് വൺ, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റിബ്സ്. റിബ്സിനെ പറ്റി ഇവിടെ തന്നിട്ടുള്ളതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ലോങ് ആൻഡ് കർവ്ഡ് ബോൺ ആണ്. there are 12 ribs on each side of the chest. Vertebral column, ribs, chest bone together form the rib cage. Rib cage do not provide protection to internal parts of the body. അത് തെറ്റല്ലേ? റിബ് കേജ് എന്ത് ചെയ്യുന്നു, നമുക്ക് ഇന്റേണൽ ഓർഗൻസിന് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്, ഇവിടെ തരില്ല എന്നാണ് പറയുന്നത്. സോ ഇതാണ് എന്ത് റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ, ബാക്ക് ബോൺ ഈസ് ഫോംഡ് ഓഫ് മെനി സ്മോൾ ബോൺസ്. ബാക്ക് ബോൺ ഏതൊക്കെ ചെറിയ ബോൺസ് ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ചോദ്യം. ഏതൊക്കെ ചേർത്തിട്ടാണ്? വെർട്ടിബ്രേസ് ചേർത്തിട്ടാണ്. അപ്പോൾ വെർട്ടിബ്രേസ് പോലത്തെ ചെറിയ ചെറിയ ബോൺസ് ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ബാക്ക് ബോൺ ഉണ്ടാവുന്നത്. ഇനി ബാക്ക് ബോൺ ഹാസ് എത്ര ബോൺ ആണ് ബാക്ക് ബോണിലുള്ളതെന്നാണ്. എത്ര നമ്പർ ഓഫ് ബോൺസ് ആണെന്നാണ്. ബാക്ക് ബോണിലുള്ളത് എത്രയാണ്? 33 ബോൺസുകളാണ് കേട്ടോ. ബാക്ക് ബോണിൽ 33 ബോൺസ് ആണ് അവിടെ കാണപ്പെടുന്നത്. ഇനി അടുത്തത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം പഠിച്ച കുറച്ച് ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ്. ഗ്രോത്ത് ഓഫ് പ്ലാന്റ് പാർട്സ് ഓൺ റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. നമ്മളൊരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഉണ്ട്, ആ സ്റ്റിമുലൈക്ക് വെച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിൽ ഗ്രോത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റിനെ നമ്മൾ എന്തു പറയുന്നു എന്നാണ്. ദാറ്റ് ഇസ് നൺ അതർ ദാൻ തിഗ്മോട്രോപ്പിസം. തിഗ്മോട്രോപ്പിസിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ ടച്ച് വഴി അല്ലെങ്കിൽ ഒരു നമ്മുടെ പാവലിൻ്റെ വള്ളിയൊക്കെ കയറി പോകുന്ന എന്താണ്, തിഗ്മോട്രോപ്പിസത്തിൻ്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഫൈൻഡ് ദ മിസ്മാച്ച്ഡ് പെയർ റിഗാർഡിംഗ് ലോക്കോമോഷൻ ഇൻ ആനിമൽസ്. ആനിമൽസിലെ ലോക്കോമോഷൻ ആണ്. കവ് യൂസസ് ലെഗ്സ് ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ശരിയാണ് അല്ലേ? പശുക്കൾ എങ്ങനെയാണ് കാലുകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നതും നീങ്ങുന്നതും ഒക്കെ. ഹ്യൂമൻസ് യൂസ് ലിംസ് ഫോർ മൂവിങ് ഫ്രം വൺ പ്ലേസ്. നമുക്ക് ലിംസ് ഉണ്ട്, കൈകളും കാലുകളും ഉണ്ട്. സ്നേക്സ് മൂവ്സ് ബൈ സ്ലിതറിങ് അല്ലേ. സ്നേക്സ് എന്താണ്, പാമ്പ് ഇഴഞ്ഞാണ് മൂവ് ചെയ്യുന്നത്. ബേർഡ്സ് യൂസ് ലെഗ്സ് ഫോർ ഫ്ലൈങ്. തെറ്റല്ലേ? ബേർഡ്സ് എന്താ യൂസ് ചെയ്യുന്നത്, അവരുടെ ഫെദേഴ്സ് അല്ലേ, ഫെദേഴ്സ് ആണ്. ഇവരെന്താണ്, ലെഗ്സ് എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. എട്ടാമത്തേത് സ്ലിതറിങ് ഈസ് എക്സിബിറ്റഡ് ബൈ സ്നേക്സ്. ശരിയാണ്, പാമ്പുകളാണ് ചെയ്യുന്നത്, സ്ലിതറിങ് വഴി മൂവ് ചെയ്യുന്നത്. സ്നേക്സ് യൂസ് ദെയർ ഓൾ ബോഡി ടു സ്ലിതർ അല്ലേ. അവർ മുഴുവൻ ബോഡി വെച്ചിട്ടാണ് അവർ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നത്. അതുപോലെ it is forward movement of snake which is achieved by contraction relaxation of muscles beneath the skin അല്ലേ. സ്കിന്നിൻ്റെ താഴെയുള്ള മസിൽസ് ആണ് എന്ത് ചെയ്യുന്നത്, അത് കോൺട്രാക്ട് ചെയ്തും റിലാക്സ് ചെയ്യുന്നതിനനുസരിച്ചാണ് അവർക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇഴഞ്ഞ് പോകാൻ പറ്റുന്നത്. ആൻഡ് ഓൾ ഓഫ് ദി എബവ് എല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ്. സോ ഓൾ ഓഫ് ദി എബവ് നമുക്ക് കൊടുക്കാം. 9th question, insects use 2 pairs of wings for flying, 3 pairs of legs for walking, both 1 and 2, none of the above. ഏതാണ്? 2 pairs wings ഉണ്ട് അവർക്ക്, അതുപോലെ തന്നെ 3 pairs of legs for walking-നും ഉണ്ട്. അപ്പോൾ both 1 and 2 നമുക്ക് പറയാം ഇൻസെക്ട്സിൻ്റെ കേസിൽ. ഫിഷസ് എന്ത് യൂസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണെന്നാണ്. സ്വിമ്മിങ്ങിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഫിൻസ് ആണ്. ഗിൽസ് വഴിയാണ് അവർ റെസ്പയർ ചെയ്യുന്നത്. അപ്പം മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ സ്വിമ്മിങ്ങിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്, ഫിൻസ് ആണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലത്തെ ഓരോ MCQs എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് വീണ്ടും വരാം. സീ യു സൂൺ. ബൈ.